ഒലീഗ ക്രാഫ്റ്റ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാഴയുടെ ഉണങ്ങിയ പോള വെച്ചിട്ടാണ് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഉപ്പിട്ട് ഉണക്കിയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ പോളയും പുറത്തെ പോളയും വെച്ചിട്ടാണ് ഫ്ലവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വാഴയുടെ പോള നല്ല ഉപ്പിട്ട് ഉണക്കി കഴിഞ്ഞാൽ ഇതേപോലെ നല്ല വെള്ള കളറിൽ കിട്ടും. പിന്നെ പെയിൻ്റ് അടിച്ച വർഷങ്ങളിരിക്കും കേട്ടോ. അപ്പം ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കി നോക്കാം. ഇത് കുറച്ച് ഉണങ്ങിയ പോള കേട്ടോ, വാഴയുടെ പോളയാണ്, നാരല്ല. അതിങ്ങനെ ഉണങ്ങിയിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതുണ്ടാക്കാനായിട്ട് നമ്മൾ കുറച്ച് വാഴയുടെ പോള എടുത്തിട്ടുണ്ട്, 2 കമ്പി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ത്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പാള ചീന്തും പോലെ ചീന്തണം, അതിന് വേണ്ടി ഒരു കത്തി എടുത്തിട്ടുണ്ട്, ഒരു കത്രിക, യെല്ലോ കളറും ഒരു റോസ് കളർ മജന്ത കളർ പോലുള്ള 2 പെയിൻറ്റും എടുത്തിട്ടുണ്ട്, ഒരു ഗ്രീൻ ടാപ്പ് എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ടാട്ടോ നമ്മളൊന്ന് ഫ്ലവർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് പാള ചീന്തും പോലെ നമ്മൾ ഈ വാഴയുടെ നാരിൻ്റെ ഇതിനെ വെച്ചിട്ട് ഒന്ന് ചീന്തി എടുക്കുന്നുണ്ട്. കണ്ടോ, ഇങ്ങനെ ചീന്തി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ പോളയും ഇതും കൊണ്ടൊരു മുട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതേപോലെ ഈ പോളയൊക്കെ ഒന്ന് ഇങ്ങനെ ചീന്തി എടുക്കാം. വീഡിയോ ഒന്ന് പെരുന്നാളൊക്കെ കാരണം കുറച്ച് തിരക്കുണ്ട് കേട്ടോ ഷോപ്പിൽ. അത് കാരണം ഞാൻ നൈറ്റാണ് കേട്ടോ, രാത്രിയായോ വീഡിയോ എടുക്കുന്നത്. അത് കാരണം ഒരു ചെറിയൊരു നിഴലിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം ഇങ്ങനെ ഒന്ന് ചീന്തി എടുത്തിട്ടുണ്ട്. കണ്ടോ, കുറച്ച് കട്ടിയുള്ള പോളയുണ്ട്, കട്ടിയില്ലാത്ത പോളയുണ്ട്. ഈ കട്ടിയില്ലാത്ത പോള വെച്ചിട്ടാണ് നമ്മൾ മുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു പോള എടുത്തിട്ട്, കനലില്ലാത്തൊരു പോളയാണ്. ഈ പോള എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മടക്കുന്നുണ്ട്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ, പിന്നെ നല്ല ഒരുപാട് വർഷം ഇരിക്കുകയും ചെയ്യും. ഇതിൻ്റെ നടുക്ക്, കമ്പി നടുക്ക് വെച്ചിട്ട് ഇത് നല്ല ഇങ്ങനെ എങ്ങോട്ട് വേണമെങ്കിലും തിരിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും വളച്ചാലും ഒക്കെ വളയുന്നൊരു കമ്പി കേട്ടോ. ഇത് ക്രാഫ്റ്റ് ഐറ്റം വാങ്ങുന്ന ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും. ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മളിതൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഇതേപോലെ ഒന്ന് ചുരുട്ടുക കേട്ടോ. ഇത് നല്ല സ്പോഞ്ച് പോലുള്ളൊരു ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന മെറ്റീരിയലാട്ടോ. ഈ പോളയുടെ ഇത് വലിച്ചൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. ത്രെഡ് ചെയ്യണ ത്രെഡാട്ടോ. ഇതിൻ്റെ തന്നെ കെട്ടുന്ന നമ്പർ 10 എന്ന് പറഞ്ഞിട്ടൊരു നൂല് വാങ്ങിക്കാൻ കിട്ടും. അതാണ് കേട്ടോ ഇത് കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുക. പെട്ടെന്ന് പൊട്ടിപ്പോകുന്നില്ല, നല്ല ബലം കിട്ടും. കെട്ടറിയാത്തവരാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അത് നന്നായിട്ടൊന്ന് ചുറ്റിയിട്ട് വലിച്ചു വെച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ അറ കണ്ടോ, ഇത് നിറച്ചറായിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു നല്ല സ്മൂത്തായിട്ടുള്ളൊരു പോളയായിട്ടോ ചീന്തി എടുക്കുന്നത്. ഇത് നമ്മൾ എങ്ങോട്ട് വളച്ചാലും നല്ല വളഞ്ഞ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഇത് ഇത്ര നീളത്തിൽ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ മുട്ടുണ്ടാക്കാൻ ഞാൻ മുന്നേ കാണിച്ചു തന്നിരുന്നു. അതേപോലെ തന്നെ അങ്ങനെ സെൻറ്ററിൽ വെച്ചിട്ട് ഇവിടെ കുറച്ച് ഞെട്ടിക്ക് വേണ്ടിയിട്ട് വെച്ച് ഇവിടെ വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് തിരിച്ചു കൊടുക്കണം. തിരിച്ച് നമ്മൾ ഇതേപോലെ തന്നെ മടക്കി കൊടുത്താൽ കണ്ടോ നല്ലൊരു മുട്ടിൻ്റെ രൂപമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ മുട്ടുണ്ടാക്കാൻ ഇതേപോലെ മുന്നേ കാണിച്ചു തന്നിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു മുട്ട് നല്ലൊരു മുട്ടായിട്ടുണ്ട്. ശരിക്ക് നല്ലൊരു ഒരു മുട്ട് നല്ലൊരു കണ്ടോ മടങ്ങി നിൽക്കും പോലെ ഒരു മുട്ടായിട്ടുണ്ട്. കണ്ടോ, കൈയിൻ്റെ കളറും ഇതിൻ്റെ കളറും ഒരുപോലെയാണ്. അതാണ് ഇതിൽ വെച്ച് കാണിച്ചത് ശരിക്ക്. അപ്പം ഇനി ഇതൊരു ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പെയിൻറ് ചെയ്തിട്ട് ഗ്രീൻ ടാപ്പ് ചുറ്റിയാലും മതി. പക്ഷെ ഞാൻ ഇത് ഗ്രീൻ ടാപ്പ് ഫസ്റ്റ് തന്നെ ചുറ്റി പെയിൻ്റ് അടിക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചിട്ട് അടിച്ചാൽ ഈ ഗ്രീൻ ടാപ്പിലാവാതെ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രേ ചുറ്റുന്നുള്ളൂ. ബാക്കിയുള്ള ഭാഗം ഫ്ലവറിൻ്റെ തണ്ടിൽ കൊടുത്തിട്ട് നമുക്ക് ചുറ്റിയെടുക്കാം. അപ്പോൾ ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇതിൻ്റെ ശരിക്കുള്ള മുകളിലത്തെ പോള എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വാഴയുടെ പോള നല്ല ബലാട്ടോ. നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഇത് പെട്ടെന്ന് നാശമായി പൊട്ടിപ്പോകുന്നില്ല. ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുത്താൽ പിന്നെ മുകളിലത്തെ പോള ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വളയ്ക്കുന്ന സമയത്ത് തന്നെ ശരിക്കും വളഞ്ഞു കിട്ടും. അപ്പോൾ ഇത് ഒരു 4 എതിറിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഇതിൽ കട്ട് ചെയ്യുന്നത് ഞാൻ മുന്നേ കാണിച്ചിരുന്നു കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മുന്നത്തെ വീഡിയോ ഒക്കെ കാണണം. കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വേണം കേട്ടോ.
ഒരു ഏതെങ്കിലും ഷേപ്പിൽ ഇത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വളച്ചിട്ടുണ്ട്. ഉള്ളിലത്തെ ഭാഗം ഉള്ളിലേക്ക് തന്നെ ആയിട്ട് പുറത്തെ ഭാഗം പുറത്തേക്ക് തന്നെ ആയിട്ടൊന്ന് വളച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗം ഒന്ന് പിടിച്ച് തിരിച്ചു കൊടുക്കുക. ഇപ്പോൾ ശരിക്കൊരു ഏതെല്ലാം ഷേപ്പായി. ഇതുപോലെ ഒരു 4 ഇതളും കൂടി കട്ട് ചെയ്തെടുക്കുക. 5 ഇതളാണ് കൊടുക്കണം വിചാരിക്കുന്നത്. 4 ഇതളിൽ തന്നെ ഫുള്ളാവുകയാണെങ്കിൽ 4 ഇതൾ കൊടുക്കുക, അല്ലെങ്കിൽ സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 5 ഇതൾ കൊടുക്കാം കേട്ടോ. 5 ഇതൾ ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതും തിരിച്ചിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഉൾവശം ഉള്ളിലേക്ക് തന്നെ ആയിട്ടും പുറത്തെ ഭാഗം പുറത്തേക്കായിട്ട് തന്നെ മടക്കി കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഈ 3 അതിലും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ 4 ഇതിലൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു അതിലും കൂടി കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട്. സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ 4 ഇതിൽ തന്നെ ഫ്ലവർ സെറ്റ് ചെയ്യാം കേട്ടോ. ചെറിയൊരു ഇതളായിപ്പോയി, കുറച്ച് വലുത് കട്ട് ചെയ്തെടുക്കാം. തണ്ട് നീട്ടുണ്ടെങ്കിൽ നമുക്ക് കെട്ടാൻ എളുപ്പമായിരിക്കും. കുറച്ച് തണ്ട് നീട്ടത്തോട് കൂടിയിട്ട് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കുക. കുറച്ച് ബലത്തിൽ തോന്നുകയാണെങ്കിൽ ഒന്ന് വെള്ളം നനച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ എവിടേക്കാണ് വളയ്ക്കുന്നത് വെച്ചാൽ അവിടേക്ക് വളഞ്ഞ് വരും കേട്ടോ. എല്ലാവരും വിചാരിക്കും ഇത് പെട്ടെന്ന് നാശമായി പോകുന്നില്ല. ഉപ്പ് വെള്ളത്തിലൊന്നും ഇട്ടിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കിട്ടും. അപ്പോൾ നമുക്കിനി ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഇതുപോലെ 2-3 നീളത്തിലുള്ള പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് കൂടെ ചെറിയൊരു പീസാക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ നടുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് പീസാക്കി എടുക്കുക. ചിരിച്ചൊരു കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. 2 സൈഡും ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഭാഗവും ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഈ ഭാഗവും ചെരിച്ച് കട്ട് ചെയ്യുക. എന്നിട്ട് ഇതിനൊന്ന് വളച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു 4-5 പീസ് എടുക്കാം കേട്ടോ. കൂടുതൽ കൊടുക്കേണ്ടവർക്ക് കൂടുതൽ കൊടുക്കാം. ഇപ്പോൾ 2-3 പീസേ കൊടുക്കുന്നുള്ളൂ വെച്ചാൽ അങ്ങനെയായാലും കുഴപ്പമില്ല. വളച്ച് കൊടുക്കാം. ഇതാണ് നമ്മൾ ഇതിൻ്റെ നടുക്ക് കൊടുക്കാൻ പോകുന്നത്. ഞാനൊരു 5 പീസ് എടുത്തിട്ടുണ്ട്. ഇനി 4 മതിയെന്ന് തോന്നുന്നവർക്ക് 4 എടുക്കാം. ഇനി 6 പീസ് വേണം തോന്നുന്നവർക്ക് 6 പീസ് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ നടുക്കായിട്ട് കമ്പി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കമ്പിയുടെ തലപ്പ് വളച്ച് കൊടുക്കേണ്ടവർക്ക് വളച്ച് കൊടുക്കുക. ഞാൻ നന്നായിട്ട് ടൈറ്റാക്കി കെട്ടുന്നതുകൊണ്ട് വളച്ച് കൊടുക്കുന്നില്ല. ഒന്ന് മുറുക്കി കെട്ടിക്കൊടുക്കാം. അങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന രൂപത്തിൽ മുറുക്കി കെട്ടിക്കൊടുക്കാം കേട്ടോ. ഇനി ഒരു കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഇതളെടുത്തിട്ടുണ്ട്. ഒരു ഇതളെടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ ഇതളും എടുത്തിട്ട് അതിൻ്റെ അടുത്ത് തന്നെ വെച്ച് കൊടുക്കാം. മൂന്നിതളും എടുത്തിട്ടുണ്ട്. 5 ഇതൾ വയ്ക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 5 ഇതളും ഇതിൽ വെച്ച് കൊടുക്കാം.
5 ഞാനിതിൽ വെച്ച് കൊടുത്തു. ഇനി ഒന്ന് മുറുക്കി കെട്ടി കൊടുത്തിട്ട് ഈ ഫാബ്രിക് പെയിൻറ് മജന്ത കളറാണ്. മജന്ത കളർ പെയിൻറ് എടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ എതിരിൽ ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. ബ്രഷിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അത് കാരണം കൊണ്ട് ഒലിക്കുന്നുണ്ട്. വെള്ളം കൂട്ടാതെ അടിച്ചു കൊടുത്താൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഈ ഫാബ്രിക് പെയിൻറ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പൂത്ത് പോവില്ല കേട്ടോ. നമ്മൾ കളറൊക്കെ മുക്കുമ്പോൾ ഉണങ്ങാൻ വിഷമായി കഴിഞ്ഞാൽ മാത്രമാണ് പൂക്കുള്ളൂ. ഫാബ്രിക് പെയിൻറ് അടിച്ചു കഴിഞ്ഞാൽ ഇത് പൂക്കില്ല. ഇനി അങ്ങനെ വർഷങ്ങളിരിക്കും. നമുക്ക് ചളിയൊക്കെ ആയി കഴിഞ്ഞാൽ കഴുകാനും ഒക്കെ എളുപ്പമാണ്. കളറടിക്കാതെ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ വാഴയുടെ പോള നല്ല ഉപ്പിട്ട് ഉണക്കിയിട്ട് ഇതേപോലെ ഉണ്ടാക്കിയിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ വർഷങ്ങൾ കേടുകൂടാതിരിക്കും. ഇതിൻ്റെ അടിവശത്തും കൂടി ചെറുതായിട്ട് നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. ഇവിടെ പിന്നെ ലൈറ്റായിട്ടൊന്ന് കൊടുത്താലും മതി കേട്ടോ. ഇനിയിപ്പോൾ ഡാർക്കായിട്ട് കൊടുക്കേണ്ടവർക്ക് കൊടുക്കാം. അടിവശം കുറച്ച് ലൈറ്റ് ആയാലും കുഴപ്പമില്ല. വെള്ളം അധികം കൂട്ടാതെ അടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ. കുറച്ച് വെള്ളം നീട്ടി അടിക്കുകയാണെങ്കിൽ ഉണങ്ങാൻ വിഷമമാണ്. പിന്നെ ഉണങ്ങി കഴിഞ്ഞാലും അത്ര കളറായിട്ട് തോന്നില്ല. അപ്പോൾ ഇത്തിരി വെള്ളമില്ലാതെ അടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അപ്പോൾ നമ്മളിതിൻ്റെ മുട്ടുണ്ടാക്കി വെച്ചില്ലേ, ആ മുട്ടുണ്ടാക്കി വെച്ചതിൻ്റെ അറ്റത്തും ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അറ്റത്ത് വെച്ചാൽ കടഭാഗത്തായിട്ട് കേട്ടോ. ഇനി ഒരു യെല്ലോ കളർ പെയിൻറ്റും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മാമ്പഴ മഞ്ഞയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ നടുക്കായിട്ട് അതൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. പെയിൻറ് അടിക്കാതെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് പല കളറായിട്ടും അങ്ങനെ ഇനി വേറെ കളറൊക്കെ ആയിട്ട് അടിച്ചു കൊടുക്കുകയാണെങ്കിലൊക്കെ നല്ല ഭംഗി ഉണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഡബിൾ ഷെയ്ഡ് വേണമെങ്കിൽ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് കൊടുക്കാം. എങ്ങനെ അടിച്ചാലും നല്ല ഭംഗിയാണ്. എനിക്കിഷ്ടമായിട്ടോ. എനിക്കിഷ്ടമുള്ളതുകൊണ്ടാണ് നല്ല ഭംഗി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ പെയിൻ്റ് അടിക്കുക കാരണം ഫാബ്രിക് പെയിൻ്റ് അടിച്ചു കഴിഞ്ഞത് കേട് വരില്ല കേട്ടോ. ഒരു പൂത്ത് പോവില്ല. ചിലവർക്കൊക്കെ ചിലരൊക്കെ പറയാറുണ്ട് ഫ്ലവർ ഉണ്ടായാൽ പൂത്ത് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഫാബ്രിക് പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പൂത്ത് പോവില്ല കേട്ടോ. നമ്മൾ കളർ മുക്കി കഴിഞ്ഞാൽ മാത്രമാണ് പൂത്ത് പോവുള്ളൂ. മുട്ടിൻ്റെ അറ്റത്തായിട്ടും ഞാൻ ചെറുതായിട്ടൊന്ന് ചെറിയൊരു ഷെയ്ഡ് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുട്ടും പൂവും നമ്മൾ പെയിൻ്റ് അടിക്കൽ കഴിഞ്ഞു. ഇനി ഇതിൻ്റെ തണ്ടിൽ ചെറുതായിട്ട് ഒരു ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുക്കണം. ഞാൻ ഫസ്റ്റ് ഇത് ഗ്രീൻ ടാപ്പ് ചുറ്റാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു പെയിൻ്റ് അടിച്ചിട്ട് ചുറ്റുമ്പോൾ എന്താ വെച്ചാൽ പെയിൻ്റൊക്കെ ഗ്രീൻ ടാപ്പ് കൂടെ ആവും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഉണങ്ങി കഴിഞ്ഞിട്ട് കാണിച്ചു തരണം. ഇതിപ്പോൾ പെട്ടെന്ന് ചുറ്റിയ കാരണം കേട്ടോ. അത് ചെറുതായിട്ട് ഇതിൽ കൂടെ പിടിച്ചിട്ടുണ്ട്. ഇത് പകുതി ഇങ്ങനെ ചുറ്റി വന്ന സമയത്ത് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച മുട്ടില്ലേ, അത് എത്രൻ്റെ വ്യത്യാസത്തിലാണ് നമുക്ക് വെക്കേണ്ടത്. ചിലവർ മുട്ട് പൂവിനെക്കാട്ടിലും മീതെയായിട്ട് കൊടുക്കും. അപ്പോൾ കുറച്ച് താഴ്ന്നായിട്ട് കൊടുക്കണമെങ്കിൽ താഴ്ത്തി കൊടുക്കുക. ഞാൻ മുട്ട് കുറച്ച് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇനി താഴ്ത്തിയിട്ടാണ് വെക്കാൻ ഇഷ്ടമെന്ന് വെച്ചാൽ അതേപോലെ കൊടുക്കുക. ഞാൻ കുറച്ച് ഉയർത്തി വെച്ചിട്ടുണ്ട് ഇപ്പോൾ മുട്ട്. ഈ ഗ്രീൻ ടാപ്പ് ഫുള്ളായിട്ടൊന്ന് ചുറ്റിയെടുക്കാം. ഇത് ഈ കമ്പിയിലാണ് നമ്മൾ ചുറ്റിയ കാരണം നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും വളയ്ക്കാം കേട്ടോ. ശരിക്കും പൂവിൻ്റെ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് എല്ലാ സ്ഥലത്തേക്കും വളച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇവിടെ ഉണ്ടാക്കൽ കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ പൂവുണ്ടാക്കൽ കഴിഞ്ഞു. ഞാൻ ആദ്യം കുറച്ച് താത്തിയിട്ട് മുട്ട് വെച്ച് നോക്കി. അപ്പോൾ എനിക്ക് ഭംഗി അത്ര തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് പൊന്തിച്ച് വെച്ചത് കേട്ടോ. ഇനി ഇതിലൊരു ഇലയും കൂടി കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു ഫ്ലവർ ഉണ്ടാക്കി നോക്കിയാണ്. പക്ഷെ ഞാൻ അധികം വിരിയാത്ത പോലെ കുറച്ച് നമ്മളിങ്ങനെ മറച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, അത് ഉള്ളിലേക്ക് ആക്കിയിട്ട് കൊടുത്തു. അപ്പോൾ ഒരു പൂവ് വിരിയാത്തതും ഒരു പൂവ് വിരിഞ്ഞതുമായിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. രണ്ട് കളറായിട്ടാണോ കൊടുത്തിരിക്കുന്നത്. ഇത് ഞാനിതിൽ വെക്കുന്നുണ്ട്. അത് ശരിക്കും ഉണങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഞാനിതിൽ വെക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമുള്ള കളർ ഏതാണെങ്കിലും അടിച്ച് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം. ഓക്കെ, താങ്ക് യു.